അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എല്ലാവരും സുബഹി നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം ദുആ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾക്കൊരു തസ്ബീഹ് ചൊല്ലാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാല് നാമം ചേർത്തുള്ളതായിരിക്കുന്ന തസ്ബീഹാണ്. ഈ തസ്ബീഹ് ചൊല്ലിയാൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതായിരിക്കുന്ന പ്രതിഫലം, ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നു. അത് 1-2 ഹജ്ജെന്നല്ല, 40 ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്ന് കിതാബിൽ മഹാന്മാരായ മശായിഖുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ നമ്മളാണ് പള്ളി അടുത്തുണ്ടെങ്കിൽ പള്ളിക്ക് പോയി നിസ്കരിച്ചാൽ ദുആ കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലാം. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ സുബഹി നിസ്കരിച്ച് അവസാനം സുന്നത്ത് നിസ്കാരം ഒന്നുമില്ല, ദിക്റും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലാം. ഈ തസ്ബീഹ് ചൊല്ലിയാൽ ഭയങ്കര കൂലിപ്പെട്ടതാണ്. ഏതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര വയസ്സ്, ആ വയസ്സിനനുസരിച്ചിട്ട് നമ്മൾ എത്ര ദോഷം ചെയ്തു, നമ്മൾ അറിയാതെ ദോഷം ചെയ്തേക്കും ദോഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് കിതാബിൽ കാണുന്നു. അത് നമ്മൾ ദോഷം ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളായ നമ്മൾ ദോഷം ചെയ്യാൻ പാടില്ല. അറിയാതെ ചെയ്തു പോയ ദോഷമാണ്. അറിയാതെ ചെയ്തു പോയ ദോഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദോഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുന്നു. എന്ത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദോഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുമെന്ന് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു രൂപ ചെലവില്ലാതെ എന്തും വേണ്ട, രാവിലെ നിസ്കരിച്ചതിൻ്റെ ശേഷം ഇരുന്നെടുത്ത് നമുക്ക് ഈ തസ്ബീഹ് ചൊല്ലാം. ഒരു നിമിഷം വേണ്ട, ഇതിന് ഒരു നിമിഷം കൂടെ വേണ്ട. ചെറിയതായിരിക്കും തസ്ബീഹാണ്. ആ തസ്ബീഹ് നമ്മൾക്ക് എല്ലാവർക്കും ചൊല്ലാം. മാത്രമല്ല, നമ്മൾ ഒരു ഹജ്ജിന് പോകണമെങ്കിൽ എത്ര ഇതുണ്ട്. ഒന്നാമത് പണം വേണം, രണ്ടാമത് ആരോഗ്യം വേണം, മൂന്നാമത് കടം ഉണ്ടാകാൻ പാടില്ല. ബാങ്കിൽ കടം ഉണ്ടാകാൻ പാടില്ല, വേറെ കടം ഉണ്ടാകാൻ പാടില്ല, കൈക്കടം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കല്യാണം കഴിയുന്ന മക്കളുണ്ടാകാൻ പാടില്ല. അങ്ങനെല്ലാം ഉണ്ടല്ല, നമ്മളെ ഇസ്ലാമിൽ തന്നെ ഉണ്ട്. ഇസ്ലാം കാര്യത്തിൽ തന്നെ അഞ്ചാമത്തെ ഇസ്ലാം കാര്യം തന്നെ ഉണ്ടല്ലോ. തടിയാലും മഴയാലും ആവതുള്ള ഹജ്ജ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഇപ്പോൾ 70-80 വയസ്സിലും ആയത്തോടെ ചേച്ചി മരിക്കുന്നുണ്ടെങ്കിൽ ഒരു 40 ഹജ്ജ് ചെയ്യാൻ സാധ്യമുണ്ടാകും ഇല്ല. ജാസ്തി വലിയ പണക്കാരും ആരെങ്കിലും എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ഹജ്ജ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഹജ്ജ് ചെയ്യാം. അപ്പോൾ ജാസ്തി ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തസ്ബീഹ് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 40 ഹജ്ജിൻ്റെ കൂലി തരും. മാത്രമല്ല, ഞങ്ങളെ ഹലാലായ മുറാദ് ഹാസിലാക്കി തരുമെന്ന് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാവരും, വലിയ ആളും ചെറിയ ആളും, സാധാരണ 15 വയസ്സ് ആൾ മുതലുള്ള ആൾ എല്ലാവർക്കും ഈ തസ്ബീഹ് ചൊല്ലാം. വയസ്സന്മാർക്കും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം എത്ര ചെല്ലാൻ എളുപ്പമായിരിക്കുന്ന വെറും 4 പേരേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 4 നാമം അതിൽ ചേർത്തിട്ടുണ്ട്. ആ തസ്ബീഹാണ്. അത് തസ്ബീഹ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയാം. പക്ഷേ നമ്മളാരും അതിനെ നഷ്ടപ്പെടുന്നത് വേണ്ട. നമ്മൾ സുബഹി നിസ്കരിച്ച് നമ്മൾ ദുആ ചെയ്തിട്ട് അതിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന മുമ്പായും കൊണ്ട്, സംശോധിക്കുന്ന മുമ്പായും കൊണ്ട് ഈ തസ്ബീഹ് ചൊല്ലണമെന്ന് കിതാബിൽ കാണുന്നു. ആ തസ്ബീഹ് ചൊല്ലിയാൽ ഭയങ്കരമായിരിക്കുന്ന കൂലിയാണ്. അത് ഈ തസ്ബീഹ് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സംശോധിക്കുന്നതിന് മുമ്പായും കൊണ്ട് ചൊല്ലിയാൽ ഹജ്ജിൻ്റെ കൂലി. അല്ലാത്ത ദിവസം ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സുന്നത്ത് നിസ്കരിച്ച് ഫർദ് നിസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതി ആ ടൈമിൽ ചൊല്ലിയാൽ നമ്മൾക്ക് വരുന്ന എല്ലാ ദോഷത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് അറിഞ്ഞറിയാതെയായിരിക്കും ദോഷത്തിന് പുറത്ത് കിതാബിലുണ്ട്. മാത്രമല്ല, നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ മുറാദ് ഹാസിലാക്കി തരുമെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനൽ മുബ്ദി, സുബ്ഹാനൽ ബാഖി, സുബ്ഹാനൽ മുദീ, സുബ്ഹാനൽ അലിയ്യിൽ ആലാ,
സുബ്ഹാനഹു വ തആല ലാ ശരീക ലഹു ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയേ ഉള്ളൂ. ഇനി 1 മിനിറ്റ് ഒന്നും വേണ്ട, 1/2 മിനിറ്റ് മതി, 30 സെക്കൻഡ് മതി. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും നമ്മളിതിൽ പതിവാക്കുക. ഈ കിട്ടുന്നതായിരിക്കുന്ന ഈ ലാഭത്തിന് നമ്മൾ എന്തിനു നഷ്ടപ്പെടുന്നു? എത്ര 1, 2 അല്ല, 4 അല്ല, 5, 10, 15 ഒന്നല്ല, 20 അല്ല, 30 അല്ല, 40 ഹജ്ജ് ചെയ്ത് കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്ന് കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആരും അത് വിടാൻ പാടില്ല. ഇന്നും ശേഷം എല്ലാവരും സാധാരണം ഞങ്ങൾക്ക് ഈ തസ്ബീഹ് ചെല്ലുന്നത് കാരണം 10-15 വർഷമായി വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെല്ലണം. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനൽ മുബ്ദി സുബ്ഹാനൽ ബാഖി സുബ്ഹാനൽ മുഈൻ സുബ്ഹാനൽ അലിയിൽ അലാ സുബ്ഹാനഹു വ തആല ലാ ശരീക ലഹു ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ തസ്ബീഹ് നല്ലോണം ഞങ്ങൾ ചൊല്ലാനും സുബ്ഹ് കഴിഞ്ഞതിന് ശേഷം ചൊല്ലാനും ബാക്കിയുള്ള സമയത്ത് ചൊല്ലാനും ഈ തസ്ബീഹ് ചൊല്ലുന്നവരെ കൂട്ടുകാരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പഠിത്തട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് എല്ലാവർക്കും തസ്ബീഹ് ചൊല്ലാണ്ട് ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.